ഹലോ എവ്രിവൺ. ആകാശം എന്ന പ്രണയകഥയുടെ 38ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. അനുപമ, നിനക്കന്ന് ആ അപകടം പറ്റിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്. ആ സത്യം എനിക്ക് നിന്നോട് തുറന്നു പറയണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. നിൻ്റെ പിണക്കങ്ങളില്ലാത്ത, നിൻ്റെ കുസൃതികളില്ലാത്ത ഒരു ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇനി എനിക്കങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല അനു. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കിരൺ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ്ണ മോതിരമെടുത്ത് അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു. കേട്ടത് വിശ്വസിക്കാനാവാതെ അനുപമ ഒരന്താളിപ്പോടെ നിൽക്കുകയായിരുന്നു. അവളുടെ മനസ്സിൽ തൻ്റെ അമ്മയുടെ അനാഥാലയത്തിലുള്ള ഒരുപാട് ആളുകളുടെ നിഷ്കളങ്കമായ മുഖം തെളിഞ്ഞു. അവരെയെല്ലാം മറന്നുകൊണ്ട് തനിക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിയുമോ? എങ്കിലും അവൾ കിരണിനെ നോക്കി. അവളുടെ മനസ്സും ഹൃദയവും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. ഒരുപക്ഷെ താനും കേൾക്കാൻ കൊതിച്ച വാക്കുകൾ തന്നെയാണ് കിരൺ പറഞ്ഞിരിക്കുന്നത്. അവൻ അവളുടെ കൈകളിൽ മൃദുവായി പിടിച്ചു. ആ മോതിരം കിരൺ അവളുടെ വിരലിൽ അണിയിച്ചു. ശേഷം കിരൺ സ്നേഹത്തോടെ അനുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു വച്ചു. അനുപമ ഏതോ ഒരു സ്വപ്ന ലോകത്തായിരുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് മറ്റു പല ചിന്തകളും കടന്നു വന്നു. തൻ്റെ അമ്മ വീട്ടിലെ 50ഓളം വരുന്ന അനാഥരുടെ മുഖം കണ്ണിലേക്ക് വന്നതും അവൾ കിരണിനെ തൻ്റെ ദേഹത്തു നിന്നും തള്ളി മാറ്റി. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സാറിൻ്റെ കയ്യിൽ കുറേ പണമുണ്ടെന്ന് കരുതി ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ പറ്റിക്കാമെന്ന് കരുതിയോ? ഇന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ നിങ്ങൾ 2 ദിവസം മുമ്പ് ശ്വേതയോടൊപ്പം ആയിരുന്നില്ലേ? ഇത്ര പെട്ടെന്ന് അവൾ നിങ്ങൾക്ക് മടുത്തോ? അതല്ലെങ്കിൽ ഞങ്ങൾ 2 പേരെയും ഒന്നിച്ച് കൊണ്ടു നടക്കാൻ വേണ്ടിയാണോ മനസ്സിൽ വിചാരിച്ചത്? പെട്ടെന്ന് അനുപമയുടെ മട്ടും ഭാവവും സംസാരവും മാറിയത് കണ്ട് ഞെട്ടിത്തരിച്ചു പോയി കിരൺ. 2 സ്ത്രീകളെ കൊണ്ടു നടക്കേ? അത്രയും മോശപ്പെട്ട ഒരാളാണ് താനെന്നാണോ ഇവൾ പറയുന്നത്? കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ തോന്നിവാസം പറയുന്നോ? കൈവലിച്ച് ഒരൊറ്റ അടിയായിരുന്നു കിരൺ. അനുപമയുടെ മുഖത്തേക്ക് അവൻ്റെ കൈ വന്നു പതിച്ചതും അവൾ പുറകോട്ട് വീഴാൻ പോയി. കണ്ണുകളിൽ ഇരുട്ട് കയറി. കണ്ണടച്ച് അവൾ അല്പസമയം മിണ്ടാതിരുന്നു. ശേഷം തൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പുറത്ത് അവൾക്ക് വേണ്ടി കാത്തിരുന്ന ആലീസ് ധൃതിയിൽ മുന്നോട്ട് നീങ്ങുന്ന അനുപമയെ നോക്കി അവൾക്കൊപ്പം ഓടിച്ചെന്നു. അകത്തിരുന്ന കിരൺ ഹൃദയം തകരുന്ന വേദനയോടെ കട്ടിലിലേക്കിരുന്നു. എന്തൊരബദ്ധമാണ് കാണിച്ചത്! സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന അവളെ അടിച്ചു പോയിരിക്കുന്നു. ഒരിക്കലും പാടില്ലായിരുന്നു. അവൻ കൈകൾ മുഷ്ടി ചുരുട്ടി കട്ടിലിൽ ആഞ്ഞടിച്ചു. പക്ഷേ ഈ കാര്യത്തിൽ തന്നെ മാത്രം കുറ്റപ്പെടുത്തിയതുകൊണ്ട് കാര്യമുണ്ടോ? അവൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ പറഞ്ഞത്? ഞാൻ ശ്വേതയെയും ഒപ്പം തന്നെ അനുവിനെയും കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശ സ്വഭാവക്കാരനാണോ താൻ? കുറഞ്ഞ കാലത്തെ പരിചയം മാത്രമേ ഉള്ളുവെങ്കിലും അവൾ തന്നെക്കുറിച്ച് ഇങ്ങനെയാണോ മനസ്സിലാക്കിയത്? ഒരിക്കൽ കൂടി അവളോട് എന്തെങ്കിലും പറയണമെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു. അറിയാതെ കൈയുയർത്തി പോയതാണ്. സാരമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അനുപമയും ആലീസും കനകയും വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞിരുന്നു. അവൻ നിരാശയോടെ ഹോസ്പിറ്റലിൽ നിന്നും താഴേക്കിറങ്ങി വന്നു. താഴെ രാഹുലും നീലിമയും അവിടെ നിന്നും പോവാൻ തുടങ്ങുകയായിരുന്നു. കിരണിനെ കണ്ടതും നീലിമ പുഞ്ചിരിച്ചുകൊണ്ട് അയാളോട് യാത്ര പറഞ്ഞു. കിരൺ സാർ, ഞങ്ങൾ പോയിക്കോട്ടെ? അവൾ പോവാൻ തുടങ്ങിയതും കിരൺ അവർക്കരികിലേക്ക് നടന്നു വന്നു. നിൽക്കൂ നീലിമ, എനിക്ക് തന്നോടല്പം സംസാരിക്കാനുണ്ട്. അവൻ രാഹുലിൻ്റെ അരികിൽ നിന്നും നീലിമയെയും കൊണ്ട് അല്പം മാറി നിന്നു. നീ അനുവിൻ്റെ അടുത്ത സുഹൃത്തല്ലേ? ശരിക്കും അവളുടെ എല്ലാ കാര്യങ്ങളും നിനക്കറിയായിരിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് അവളെക്കുറിച്ച് എല്ലാം അറിയണമെന്നുണ്ട്. അവളും രാഹുലും തമ്മിൽ അടുപ്പത്തിലാണോ? കിരൺ രാഹുലിനെ നോക്കിക്കൊണ്ട് നീലിമയോടായി ചോദിച്ചു. അതല്ലെങ്കിൽ അവളുമായിട്ട് മറ്റാരെങ്കിലും ഇഷ്ടത്തിലാണോ? നീലിമയ്ക്ക് കിരണിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടായിരുന്നു. സാറ് കരുതും പോലെ അവൾക്ക് അങ്ങനെ ഒരു റിലേഷനും ഇല്ല. രാഹുലിന് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ അവളെ പ്രപ്പോസ് ചെയ്തതാ മുമ്പ്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവൾക്ക് നാട്ടിൽ. അതെന്താണെന്ന് വ്യക്തമായി എനിക്കറിയില്ല. സാമ്പത്തികമായ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അവളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. അവൾ അതിനെക്കുറിച്ച് സാറിനോടൊന്നും പറഞ്ഞില്ലേ? നീലിമ കിരണിനോടായി ചോദിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നോട് അവളൊന്നും പറഞ്ഞില്ല. സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിൽ അവൾക്കത് എന്നോട് പറയാമായിരുന്നല്ലോ.
നീലിമയ്ക്കും അത് തന്നെയാണ് ശരിയെന്ന് തോന്നി. കാശിൻ്റെ ആവശ്യങ്ങൾ വല്ലതുമായിരുന്നെങ്കിൽ അവൾക്ക് കിരൺ സാറിനോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തിയ ശേഷവും കിരൺ അത് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. എന്തുകൊണ്ടായിരിക്കും അനുപമ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചത്? അവൾക്ക് തന്നോട് ഉള്ളിൽ സ്നേഹമുണ്ടെന്നത് സത്യമാണ്. ആ ഇഷ്ടം അവൾ പറഞ്ഞില്ലെങ്കിലും തനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അനുപമയെ തന്നിലേക്ക് അടുക്കാൻ അനുവദിക്കാത്ത എന്തോ ഒരു പ്രശ്നം അവൾക്കുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് തന്നെ അവൻ മനസ്സിലുറപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് ബാലചന്ദ്രൻ ദുബായിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയത്. ഗായത്രി, എന്തേ ഡ്രൈവറെ പറഞ്ഞു വിട്ടത്? കിരൺ ഇവിടെയില്ലേ? തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി എയർപോർട്ടിലേക്ക് കിരൺ വരാതെ ഡ്രൈവറെ പറഞ്ഞയച്ചത് എന്തിനാണെന്ന് അയാൾ ഗായത്രിയോട് തിരക്കി. കിരണിന് നല്ല സുഖമില്ല ബാലേട്ടാ. ഞാൻ ഭദ്രേട്ടനോട് എയർപോർട്ടിലേക്ക് വരാൻ പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ ഭദ്രേട്ടൻ എന്തോ ബിസി ആയിരുന്നു. സോറി, ഏട്ടൻ ബുദ്ധിമുട്ടായോ? അവൾ അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിളിൽ നിരത്തി വെച്ചു. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ആ ഡ്രൈവർ ചെറുക്കൻ നല്ല പയ്യനാ. അവനെന്നെ ട്രാഫിക് ബ്ലോക്കിലൊന്നും പെടുത്താതെ പെട്ടെന്ന് ഇവിടെ എത്തിച്ചു. അയാൾ അവിടെ ഇരുന്ന് ഇഡ്ഡലിയും ചായയും കഴിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ശ്വേത റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവളെ കണ്ട ബാലചന്ദ്രൻ അതിശയപ്പെട്ടു. ഇതാര്, ശ്വേതമോളോ? നീ എപ്പോൾ വന്നു മോളെ? നിൻ്റെ ക്ലാസ് കഴിഞ്ഞോ? ഇല്ല അങ്കിൾ, നാട്ടിൽ വരേണ്ട ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിയോടെ അവിടെ തന്നെ നിന്നു. ബാലചന്ദ്രൻ കൈ കഴുകി ബെഡ്റൂമിലേക്ക് കയറിപ്പോയി. ഗായത്രി അയാൾക്കൊപ്പം തന്നെ അകത്തേക്ക് ചെന്നു. ബാലേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൾ കിരണിൻ്റെയും ശ്വേതയുടെയും കാര്യം അദ്ദേഹത്തോട് അവതരിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അനുപമ നാട്ടിലേക്ക് പോയ ഈ സമയത്ത് തന്നെ അവരുടെ വിവാഹം നടത്തണമെന്ന് ഗായത്രിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പറയൂ ഗായത്രി, നിനക്കെന്തോ എന്നോട് കാര്യമായിട്ട് പറയാനുണ്ടല്ലോ. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ്. അയാൾ അവളെ പിടിച്ച് തൻ്റെ കട്ടിലിലേക്ക് ഇരുത്തി. ഗായത്രി അനുപമ നാട്ടിലേക്ക് പോയ സമയത്ത് തന്നെ കിരണിൻ്റെയും ശ്വേതയുടെയും വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ കൂട്ടുകയാണ്. കാത്തിരുന്ന് കാണാം ആകാശം. ഒരടിപൊളി എപ്പിസോഡുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.